ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വളരെ ഹെൽത്തിയും എനർജറ്റിക്കും അതുപോലെ ഒരു റിഫ്രഷിങ്ങും ഒക്കെ ആയ ഒരു നല്ലൊരു ടേസ്റ്റി ഡ്രിങ്കാണ്. അപ്പം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കുക, കുറച്ചേ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് സെറാസ്. ഇത് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളൊരു പാൻ അടുപ്പിൽ വെക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മളെടുത്ത അവൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയുന്നത്, മെല്ലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊരു ക്രിസ്പി പരുവത്തിലാക്കി എടുക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ ആളിൻ്റെ എണ്ണം അനുസരിച്ച് കുറച്ച് പഴം എടുക്കുമ്പം ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുക. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു ഫോർക്കോ വല്ല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് ഉടഞ്ഞു വരുന്നില്ല. പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് ഉടഞ്ഞു വരും. അപ്പോൾ നമുക്കിതൊന്ന് പഞ്ചസാരയൊക്കെ ഇതുമൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ ഉടച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇരിക്കും. പിന്നെ നിങ്ങൾ മിക്സിയിലൊന്നും അടിക്കാൻ നിന്നേക്കല്ലേ, അന്നേരം ഭയങ്കരമായിട്ടും കുഴഞ്ഞു പോകും. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ കുറച്ച് ബദാമും കാഷ്യും പിസ്തായും എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഏതൊരു സെർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതോ ജഗ്ഗോ ഏതെങ്കിലും ബൗളോ അതിലേക്ക് നമ്മൾ ഈ ഉടച്ച പഴം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അവലും കൂടെ ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു ലെയറാക്കുക. അതായത് പഴത്തിൻ്റെ ഒരു ലെയർ, പിന്നെ ഈ അവലിൻ്റെ ഒരു ലെയർ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ, നല്ല തണുത്ത പാൽ, തിളപ്പിക്കാത്ത പാലാട്ടോ ഇത്, നല്ല തണുത്ത പാലൊഴിച്ച് ആവശ്യത്തിന് പാലൊഴിച്ച് നമുക്കൊന്ന് എടുക്കാതെ നന്നായിട്ടൊന്ന് പാലൊഴിച്ച് നല്ല ലെവലാക്കി എടുക്കാതെ. അപ്പം നമ്മുടെ പാലൂഴി ഒഴിച്ച് ലെവലായതിനു ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ആ നട്ട്സ് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വിതറി കൊടുക്കാം. അപ്പം കൈ കൊണ്ടൊന്ന് വിതറി കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് ചേരും. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇത് നന്നായി മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലൊരു ചിൽഡ് പരുവത്തിലാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറി ഒന്ന് അരിഞ്ഞിട്ട് കുറച്ച് പീസാക്കി ഇട്ട് കൊടുത്താൽ കാണാനും ഭംഗിയുണ്ടാവും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനോടും പറയണം. ഓക്കെ, ബൈ.